പ്രധാനമായും 3 വിഷയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുൻ സർക്കാരിൻ്റെ, അതായത് പിണറായി സർക്കാരിൻ്റെ നടപടികളുടെ ഭാഗമായി CPM-ന് മേൽ അശ്വനിപാതം പോലെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കായിക വകുപ്പിലെ പൈക്ക അഴിമതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കൂട്ടരാജിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും മുൻ സർക്കാരിന് അഭിമതരായ ആളുകളെയായിരിക്കണം അവർ സ്പോർട്സ് കൗൺസിലിൽ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം മുൻ സർക്കാരിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെയാണ് PSCയിലെ രാഷ്ട്രീയ നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനം. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിലെ ഗൺമാന്മാർക്ക് ജാമ്യം നിഷേധിച്ചതിനെക്കുറിച്ച് പുനഃപരിശോധിച്ച് അപ്പീൽ നൽകാനുള്ള നീക്കത്തിലുമാണ് സർക്കാർ. മാത്രമല്ല, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരെ പൂട്ടിയ DCP തബോഷ് ബസുമതാരിക്ക് NIA-യിലേക്ക് മാറ്റം നൽകാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. CPM-നെതിരെ കടുത്ത നടപടിയെടുത്ത ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ED ആക്രമണ കേസ് NIA അടക്കം അന്വേഷിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വരുന്നത്. അങ്ങനെ അന്വേഷണം കൈമാറുന്ന സ്ഥിതി ഉണ്ടായാൽ ഇതും CPM-ന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. ആദ്യം നമുക്ക് ഈ പൈക്ക അഴിമതി കേസിലേക്ക് പോകാം. കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിലെ കായിക വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായിരുന്നു പൈക്ക എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത് യുവക്രീഡ ഔർ ഖേൽ അഭിയാൻ. ഈ പദ്ധതി വഴി കേരളത്തിന് അനുവദിച്ച 12 കോടി രൂപ കാണാതായി. വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് 11,91,00,000 രൂപ കാണാനില്ല എന്ന് സ്പോർട്സ് കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം കായിക മന്ത്രി OJ ജിനീഷ് വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് കായിക സെക്രട്ടറി അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ആരോപണ വിധേയനായ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് അടക്കം 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ രാജിപ്രഖ്യാപനം നടത്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരാണ് ഈ 7 പേരെയും ഭരണസമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തങ്ങളിലേക്ക് നീങ്ങുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കൂട്ടരാജി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും CPM സംസ്ഥാന സമിതി അംഗവുമായ VP സാനു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഉടനെ തന്നെ രാജിവെച്ചിരുന്നു. അപ്പോഴും മറ്റംഗങ്ങൾ രാജിവെക്കാതെ തുടരുകയാണുണ്ടായത്. എന്നാൽ അന്വേഷണത്തിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായതോടെയാണ് ഇപ്പോൾ അംഗങ്ങൾ കൂട്ടരാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൈക്ക പദ്ധതി 2014 നിർത്തലാക്കിയപ്പോൾ 48.29 ലക്ഷം രൂപ കേന്ദ്രത്തിൽ തിരിച്ചടച്ചുവെന്നും 8.97 ലക്ഷം രൂപ പൈക്കയുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയുണ്ട് എന്നും വിവരാവകാശ രേഖയിൽ സ്പോർട്സ് കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവശേഷിക്കുന്ന 11.91 കോടി എവിടെ പോയി എന്ന് കൗൺസിലിനും വ്യക്തതയില്ല. ഇക്കാര്യത്തിലാണ് CPM നേതൃത്വത്തിന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് ജനീഷ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതോടെ ആരോപണ വിധേയനായ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്തിനൊപ്പം 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിവെക്കുന്നതായി അറിയിച്ച് കായിക വകുപ്പ് സെക്രട്ടറിക്ക് കത്തയക്കുകയായിരുന്നു. കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്തായിരുന്നു മുൻപ് പൈക്ക പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്റർ. കേരള സ്പോർട്സ് കൗൺസിൽ നോഡൽ ഏജൻസിയുമായിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ MR രഞ്ജിത്തിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. അടുത്തതായി CPM-ന് അല്പം ആശ്വാസം കിട്ടിയ ഒരു കേസിൽ സർക്കാർ നടപടി കടുപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആലപ്പുഴയിൽ നടന്ന പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം കേസിൽ ഗൺമാന്മാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് CPM-ന് ചെറിയ ആശ്വാസമൊന്നുമല്ല നൽകിയിരുന്നത്. എന്നാൽ ആ ആശ്വാസത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല. ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോടതി വിധിക്കെതിരെ എന്തെങ്കിലും പറയുന്നത് സർക്കാരിന് ഭൂഷണമല്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട്. എന്നാൽ കോടതി വിധി കൃത്യമായി പഠിക്കുകയും അതിനുശേഷം അപ്പീൽ പോകാനുമാണ് സർക്കാരിന്റെ നീക്കം. പ്രതികളായ ഗൺമാന്മാരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനായി നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇന്നലെയാണ് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ 5 പ്രതികൾക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസിന്റേതായിരുന്നു ഉത്തരവ്. മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയും ഹണി M വർഗീസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് S, വിപിൻ, അരുൺ, ഷൈജു എന്നിവരാണ് കേസിലെ പ്രതികൾ. 2023 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കുടി കാണിച്ച പ്രവർത്തകരെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതിനിടെ സതീശൻ സർക്കാർ പുനരന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഇനി ED ഉദ്യോഗസ്ഥരെ CPM ആക്രമിച്ച സംഭവവും
അതേ തുടർന്ന് CPM പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തതും ഉണ്ടാക്കിയ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് ശേഷം CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം പ്രാപിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനെത്തിയ ചുറുചുറുക്കുള്ള യുവ IPS ഓഫീസറെയും ആരും മറന്നു കാണില്ല. തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ തപോഷ് ബസുമതാരിയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് CBIക്ക് വിട്ടേക്കുമെന്നും ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിടും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പാറി നടക്കുന്നതിനിടെയാണ് തപോഷ് ബസുമതാരിക്ക് ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക് ഇപ്പോൾ മാറ്റം കിട്ടിയിരിക്കുന്നത്. അന്ന് പാർട്ടി ഓഫീസിൽ അഭയം പ്രാപിച്ച പ്രതികളെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കി അറസ്റ്റിന് വഴിയൊരുക്കാൻ CPM നേതൃത്വം നിർബന്ധിതരായത് തപോഷിന്റെ കർക്കശ നിലപാട് മൂലമായിരുന്നു. പ്രതികളെ കിട്ടാതെ മടങ്ങില്ല എന്ന പോലീസിന്റെ ഉറച്ച നിലപാടും അതേസമയം സംഘർഷം അതിരുവിടാതെ കാത്ത സംയമനവും തപോഷിന്റെ മിടുക്കായിരുന്നുവെന്ന് അപ്പോഴും പിന്നീടും പലരും പാടിപ്പുകഴ്ത്തി. 2019 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് തപോഷ് ബസുമതാരി. അസം ഗുവാഹത്തി സ്വദേശി. ഇതിനു മുൻപ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അതായത് SOG SP ആയും കൽപ്പറ്റ, ഇരിട്ടി എന്നിവിടങ്ങളിൽ ASP ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വയനാട് ജില്ലാ പോലീസ് മേധാവിയുമായി. എന്നാൽ ഇതാദ്യമായില്ല തപോഷ് ശ്രദ്ധയാകർഷിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയം കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയത് വഴി തപോഷ് അന്നേ ശ്രദ്ധയാകർഷിച്ചിരുന്നു. കാക്കിക്കുള്ളിലെ ഹീറോ എന്നാണ് അന്ന് പലരും തപോഷിനെ വിശേഷിപ്പിച്ചത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ മുൻ സർക്കാർ രാഷ്ട്രീയ നിയമനം നൽകിയെന്ന ആരോപണം അന്വേഷിക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ നിയമനങ്ങൾ കാരണം റാങ്ക് ലിസ്റ്റുകളെ ബാധിച്ചോ എന്ന കാര്യവും അന്വേഷിക്കും. PSC പരീക്ഷയും അഭിമുഖവും നടത്തുന്നതിനെക്കുറിച്ച് ഒട്ടേറെ പരാതികൾ UDF സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. എഴുത്തു പരീക്ഷയുടെ മാർക്കുകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ചില PSC അംഗങ്ങൾ ചോർത്തി DYSP തസ്തികയിലേക്കുള്ള അഭിമുഖത്തിൽ ചട്ടം പാലിച്ചില്ല എന്നീ ഗുരുതര ആരോപണങ്ങൾ PSCയുടെയും ഒപ്പം മുൻ സർക്കാരിന്റെയും സുതാര്യതയെയും വിശ്വാസ്യതയെയും തന്നെ സംശയ നിഴലിലാക്കിയിട്ടുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എക്സാമിനേഷൻ സബ് കമ്മിറ്റി വേണമെന്ന ചട്ടവും നിലവിൽ പാലിക്കപ്പെടുന്നില്ല. ചോദ്യകർത്താവിനെ നിശ്ചയിക്കുന്നതിൽ രഹസ്യ സ്വഭാവമില്ലാത്തതും ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പതിവായി CPM അനുകൂല സംഘടനയിലെ ചിലരെ ഏൽപ്പിക്കുന്നുവെന്ന ആക്ഷേപവും ഇതോടൊപ്പമുണ്ട്. ചില പരീക്ഷകളിൽ CPM അനുകൂല ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ കയറിപ്പറ്റിയെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. KS പരീക്ഷാ നടത്തിപ്പിലും ആക്ഷേപമുണ്ട്. ഇവയിലെല്ലാം അന്വേഷണം നടത്താൻ സർക്കാർ ഒരുങ്ങിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പല നിയമനങ്ങളും സംശയ നിഴലിലാകും. അല്ലെങ്കിൽ തന്നെ നിയമനങ്ങൾ നടത്താതെ പിൻവാതിൽ നിയമനങ്ങളാണ് LDF സർക്കാർ നടത്തിയത് എന്ന ആരോപണം CPMനെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. ഇതിനു പുറമെ ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം കൂടി നടന്നാൽ CPMന് രാഷ്ട്രീയമായി വലിയ പ്രതിരോധമുണ്ടാക്കും. 10 വർഷത്തിനിടെ PSC ഇടത് അനുകൂലികളുടെ കൂടാരമായി എന്നാണ് ആരോപണം. രക്ഷാപ്രവർത്തനത്തിലും കാഫിർ സ്ക്രീൻഷോട്ടിലും എന്ന പോലെ PSCയിലെ പാർട്ടിവൽക്കരണത്തിലും അന്വേഷണം വരുമ്പോൾ അത് ഏത് രീതിയിൽ CPMനെ ബാധിക്കുമെന്നും CPM ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നതും കണ്ടറിയണം.